ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വഴി വേറൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇന്നലെ കോഴിക്കോട്, അതായത് 2025 മെയ് 2 രാത്രി 8 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവും. ചില ആൾക്കാർ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതായത് അവിടെ ആംബുലൻസുകൾ വരികയും അതോടൊപ്പം പേഷ്യൻസുകൾ കാഷ്വാലിറ്റിയിൽ കാണിക്കാൻ വരികയൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഫോളോവേഴ്സായിട്ടുള്ള ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കോഴിക്കോട് കാഷ്വാലിറ്റിയിൽ ഇന്നലത്തെ ആ അപകടം കാരണം 2 ദിവസത്തേക്ക് പ്രവർത്തനം ഇല്ല കേട്ടോ. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ചികിത്സ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലാണ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ആൾക്കാരട്ടോ മരിച്ചു എന്നറിഞ്ഞു. ഇത് കാരണമാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അവരെ പോസ്റ്റ്മോർട്ടത്തിനിട്ടോ കൊണ്ടുപോയതാണെന്നൊക്കെ അവിടെ നിന്ന് അറിയാൻ കഴിയും. ഒരുപാട് മീഡിയക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മന്ത്രിമാരോ ആരൊക്കെ വരുന്നുണ്ട് ഇന്ന് അവിടെയൊക്കെ. അപ്പം പോലീസുകാരവിടെ സീൽ ചെയ്തതാണ്. 2 ദിവസം കൊണ്ടൊക്കെ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ പ്രവർത്തനം ഇല്ല കേട്ടോ. അത് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്തോളി, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കോഴിക്കോട് OP പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ OP പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. OPയിലൊക്കെ വളരെ ആൾ കുറവാണ്. അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടായിട്ട്. അപ്പോൾ 7 മണിയായിട്ടുള്ളൂ. ആ സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തോളി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് പോയിട്ട് കാര്യമില്ല കേട്ടോ. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരൊക്കെ പോയിക്കോളി. അപ്പോൾ ഓക്കെ, ബായ്.